നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ ആഴ്ചയിലെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് നമ്മെ കഥ പറഞ്ഞ് വിസ്മയിപ്പിച്ച് എക്കാലവും നമ്മളെ അത്ഭുതപരാന്തരാക്കിയ ഒരു കലാകാരനുണ്ടായിരുന്നു. മനുഷ്യസ്നേഹിയായ പ്രശസ്ത കഥികൻ വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി സുഭദ്ര സാംബശിവൻ. നമസ്കാരം. എനിക്ക് ഇത് മാറ്റമില്ലാത്തൊരു മധുരിമയാണ്. റോമിയോ, മാറ്റമില്ലാത്ത മധുരിമയെങ്കിലും നീറ്റുമുറിവാണു പ്രേമം, പ്രേമം നീറ്റുമുറിവാണു പ്രേമം. നമ്മുടെ വിഷയം അറിയാലോ, പ്രണയം. ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരുപാട് കാലഘട്ടം ഒരുമിച്ച് ജീവിച്ച ദൂരമുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ സംവദിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് കൂടെ വേണ്ടിയിട്ട്. ശരിക്കും എന്നാണ് ജീവിതത്തിൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്? ആദ്യമായിട്ട് കാണുന്നത് സ്റ്റേജിൽ നിൽക്കുന്നത് ആദ്യം കാണുന്നത് അത് ഈ ആളാന്ന് അറിഞ്ഞിരുന്നത് അന്നേരമാണ്. കാരണം അവിടെ ഈ ഇതിൻ്റെ പരസ്യം എഴുതി വച്ചിരുന്നു. മുഹാന്തപുരം ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊരു ഊട്ടുപുരയുണ്ട്. അത് അതിനകത്ത് നീല മുക്കിയ ക്ലാഞ്ഞിത്തണ്ട് കൊണ്ട് എഴുതിയ ഒരു ഇത്, സാംബശിവ ശാസ്ത്രികൾ ഇന്ന് കഥ പറയുന്നു. സെപ്റ്റംബർ 17. അപ്പം അത് എന്തുവാന്ന് കഥ പറയുന്നു എന്ന് പറഞ്ഞാലൊന്നും എനിക്കന്നും അറിഞ്ഞുകൂടാ. അന്ന് എനിക്ക് ഒരു 7-8 വയസ്സ് കാണും. സ്കൂളിൽ ഓണപരീക്ഷയും കഴിഞ്ഞ് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ആങ്ങളമാർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഇത് പരസ്യം എഴുതിയിരിക്കുന്ന കണ്ട് ഞങ്ങളടുത്ത് ചെന്ന് നോക്കിയപ്പം ഇങ്ങനെ നീലം ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നുണ്ടായി. സ്ത്രീ എന്നുള്ള പദം, ആ അക്ഷരം ഇളയന്മാർക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. ഞാനത് വായിച്ചു കൊടുത്ത്. അപ്പോൾ ശാസ്ത്രി, അപ്പോൾ സാംബശിവ ശാസ്ത്രികൾ കഥ പറയുന്നു, ഇതാണ് എഴുതിയിരുന്നത്. പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം ചതയത്തിൻ്റെ അന്ന് മൈക്കൊന്നും ഇല്ലല്ലോ. പിന്നെ രണ്ട് പെട്രോമാക്സ് ലൈറ്റ് ഏതാണ്ട് കൊണ്ടുവന്ന് വെച്ച്, മൈക്കില്ല, ഒന്നുമില്ല. അപ്പോൾ കഥ കേൾക്കാനായിട്ട് അമ്മയും ഞാനും, അച്ഛനാണ് ഉദ്ഘാടനം. ഞാനും അമ്മയും എല്ലാവരും കൂടെ പോയി അവിടെ ഇരുന്നു. 10 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞൊക്കെ കേട്ടേച്ച് അമ്മയുടെ മടി കിടന്ന് ഉറങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് അമ്മ പോരുമ്പം വിളിച്ചോണ്ട് പോരുന്നത്. അല്ല പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ വീട്ടിൽ വരുന്നത് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലും അത് അന്ന് പ്രോഗ്രാം നടത്തിയ ആളാന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അച്ഛൻ അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഈ ചെറിയ ചെറിയ വാക്യങ്ങളിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം ഇത് അവതരിപ്പിക്കാൻ. കാരണം ശ്രീബുദ്ധൻ തൻ്റെ ഈ ചുറ്റി നടന്നല്ലേ, ആ സമയത്ത് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തൻ്റെ പാലി ഭാഷ ഏറ്റവും മനസ്സിലാവുന്ന ഭാഷയിലാണ്, ലളിതമായിട്ട് ആർക്കും മനസ്സിലാവുന്ന ഭാഷ വേണം ഇത് പറയാൻ. അത് അദ്ദേഹം പിന്നെ എൻ്റെ അടുക്ക പറഞ്ഞതാ. സാറിൻ്റെ ആ ഉപദേശം എനിക്ക് വളരെ ഫലപ്രദമായി. അത് തന്നെ. പിന്നെ ആ ശൈലി ഉണ്ടല്ലോ, ഒരു നാടൻ ശൈലിയാണ് എല്ലാത്തിനും. അത് ഈ ആളുകളുടെ ഇടയിലുള്ള പോകുമ്പോഴും വരുമ്പോഴും അവരുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാം ഓരോ ചലനങ്ങളും ഓരോ വാക്കും എല്ലാം മനസ്സിലാക്കി വയ്ക്കും. അതുകൊണ്ടാണ് അത്രയും സ്വാഭാവികമായിട്ടുള്ള അഭിനയം വന്നത്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ചേതോഹരമായ തൻ്റെ ഒരു ആഖ്യാന കാവ്യത്തിലൂടെ ഇരുളടഞ്ഞ കേരള ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ഇതാ വെളിച്ചം വീശുന്നു. ചന്ദനക്കട്ടിൽ. നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വിവാഹത്തിന് അപ്പോഴേ
എൻ്റെ ഒരു 2 വർഷം കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ സാറിൻ്റെ സഹോദരി ഒരു പെണ്ണ് എൻ്റെ പ്രായക്കാരിയുണ്ട്, അവളുമായിട്ട് കളിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ അവിടെ പോകും. അപ്പം ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് പിള്ളേരുണ്ട് വന്ന് എന്നെ കയറി പിടിച്ചപ്പം ഞാനന്ന് ഈ പിന്നെ കമ്മലും മാലയും വളയൊക്കെ ഇട്ട് എപ്പോഴും ഒരുങ്ങിയാണ് നടക്കുന്നത്. ഒരു സ്പെഷ്യൽ ആളായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പം വന്ന് കയ്യെ കയറി പിടിച്ച് ഞാൻ അന്നേരം തട്ടി ഓടിയപ്പോൾ ഇല്ല മാല കുരുങ്ങി പൊട്ടിയപ്പം വന്നത് ഊരിക്കൊണ്ട് പോയെടുത്ത് തന്ന് മിനുക്കി കഴുത്തെ കെട്ടി തന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ എന്ന് പറയാം, കല്യാണം അന്നങ്ങ് കഴിഞ്ഞ് അന്ന് തീരുമാനിച്ചതാണ്. പിന്നെ ഈ കുളത്തിൻ്റെ അടുക്ക കുളിക്കാനായിട്ട് പോകും. അപ്പോൾ അവിടെ ഈ വലിയ കിണറുകളാണ് എല്ലായിടവും, പഴയ കാലത്തുള്ള. അവിടെ പിള്ളേർക്കാർക്കും വെള്ളം കോരി വെച്ച് കുളിക്കാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ സ്വാമി ഈ ക്ഷേത്രത്തിൻ്റെ താഴെ ഒരു കുളം കെട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. നല്ല പോലെ സിമൻ്റൊക്കെ തേച്ച്, സിമൻ്റല്ല ഈ കുമ്മായമാണ് കെട്ടി നല്ല ഭംഗിയായിട്ട് കെട്ടി, വെള്ളം കണ്ണുനീര് പോലുള്ള വെള്ളം കോരി ദൂരെ കൊണ്ടുവച്ച് കുളിച്ചോണ്ട. അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടി ഒരു പാത്രത്തിൽ വെള്ളം കോരി വെച്ച് കുളിച്ചോണ്ട് ഇരിക്കുമ്പോൾ ഉണ്ട് താൻ കുളിക്കാൻ പറ്റുന്നു. അവിടെ എല്ലാവരും കുളിക്കാൻ വരുന്നുണ്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ടൊക്കെ നടന്നു കായലുവാരാണ് മുമ്പോട്ട് പോകുമ്പോൾ. അവിടെ ഒന്ന് നടന്നു വെച്ച് തിരിച്ചു വന്ന് എൻ്റെ അടുക്ക പറഞ്ഞേ, ഞാൻ വരുമ്പോഴത്തേക്ക് വലിയ നിറച്ച് വെള്ളം കോരി വെച്ചേക്കണം. അപ്പോൾ കൂടെ നിന്നവർ ചോദിച്ചു, എന്തുവാടെ ഇയാളുടെ അണ്ണൻ പറഞ്ഞെന്ന് രഹസ്യമായിട്ട്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വെള്ളം കോരി വയ്ക്കണമെന്ന് പറഞ്ഞത്. അത് ഇയാളുടെ മാത്രം എന്തോ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൊണ്ടാ, എനിക്കതൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. അന്നേരം അതിനുള്ള പ്രായമൊന്നും ആയില്ല. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. കഥ പറയുന്ന ആദ്യമായിട്ട് കണ്ടതും 10ാം തരത്തിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട്? അങ്ങനല്ല, കഥയൊക്കെ കണ്ട് അത് പിന്നെ ഒരു ഐഷയൊക്കെ കേട്ട് ഞാൻ. ഐഷ കേൾക്കുമ്പോഴും കാര്യമൊന്നും അറിഞ്ഞൂടാ. അതിൽ പിന്നെ കൊച്ചിന് പാവാടയുടെ വില ഒത്തിരി വിലയായെന്നൊക്കെ പറയുന്നത് അതൊക്കെ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ 2 വർഷം കഴിഞ്ഞ റാണി പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാൻ പോയി ഞാൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു താല്പര്യം എനിക്കുണ്ട്. എന്നിട്ട് അത് കഥ കേട്ടോണ്ടിരുന്നപ്പം അതിനകത്ത് സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി, മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലേ താലിയും മാലയും ചാർത്തി. അപ്പോൾ അത് പറയുമ്പോഴും പാടുമ്പോഴും എല്ലാം എന്നോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയതും അതിനുശേഷം എനിക്ക് വലിയ താല്പര്യം ആയി. പക്ഷേ അത് പുറമേ ഒന്നും ആരോടും പറഞ്ഞതും ഗവൺമെൻറ്റേതും ഒന്നുമില്ല, അതങ്ങ് ഉള്ളിൽ വെച്ചിരുന്നു. പിന്നെ SSLC പാസ്സായി കഴിഞ്ഞപ്പോൾ ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റാണി കേൾക്കുന്നത്. പിന്നെ 1 വർഷം കഴിഞ്ഞ് SSLC ഒക്കെ പാസ്സായി എനിക്ക് കോളേജിൽ ചേരണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പറഞ്ഞ് ഇപ്പം കോളേജിൽ ചേരണ്ട. അപ്പോൾ എൻ്റെ മൂത്ത ആളന്ന് അവിടെ BA പഠിക്കുന്നു. വണ്ണൻ്റെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ ഉള്ള മോഹമാണ്. അന്നേരം അച്ഛന്
ആരുടെ അടുക്ക പറഞ്ഞൊരു കല്യാണാലോചന കൊണ്ടുവന്നു. കല്യാണാലോചന കൊണ്ടുവന്ന് അപ്പോൾ അവർ വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചാണ്. പെണ്ണിനെ കണ്ടതേ ഉള്ളൂ, അതിന് മുമ്പ് അവരങ്ങ് തീരുമാനിച്ച്. അപ്പോൾ അച്ഛനും എല്ലാം കൂടെ അടുത്ത ഞായറാഴ്ച ചെല്ലണമെന്നും പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇത് കൊല്ലത്ത് ചെന്ന പിള്ളേരാരാണ്ട് പറഞ്ഞ് കോളേജിൽ പഠിക്കുന്നവർ അറിയിച്ചു. അവർ സാറിൻ്റെ അടുക്ക് പറഞ്ഞ് ഇങ്ങനെ സാറിൻ്റെ മോളെ കല്യാണമൊക്കെ ആയെന്ന്. അന്നേരം അത് കേട്ടുകൊണ്ടിഞ്ഞ് പോരുന്നേ ഇത് വരുന്നിട്ട് വൈകിട്ട് വന്ന് ബോട്ടിലാണ് വന്നിട്ട് അതിനടുത്തുള്ള അച്ഛൻ്റെയും തൻ്റെയൊക്കെ പാർട്ടി പ്രവർത്തകനാണ് അയാളെ പറഞ്ഞു വിട്ട് അച്ഛൻ്റെ അടുത്തോട്ട്. എന്നതുപോലെ എനിക്ക് സുഭദ്രയെ കല്യാണം കഴിക്കണം, സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ നടത്താം. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ കാത്തിരുന്ന പോലെ പറഞ്ഞു സമ്മതം. പക്ഷേ അന്ന് രാത്രി അമ്മയോടൊക്കെ പറഞ്ഞപ്പം കുഴപ്പമായി ഒരു കാലത്തോടെ. കാരണം അവർ സാമ്പത്തികമായിട്ട് പിന്നൊക്കെ നിൽക്കുകയാണ്, പിന്നെ ഒത്തിരി അംഗങ്ങളുണ്ട്. ഞാനവിടെ ഈ 4 ആൺപിള്ളേരിടയ്ക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞ. അമ്മയുടെ എതിർപ്പ് ഭയങ്കര, പക്ഷെ അച്ഛനതൊന്നും മൈൻഡ് ചെയ്തില്ല. ബന്ധുക്കളും എല്ലാവരും എതിർത്ത്, അമ്മാവന്മാർ എല്ലാവരും എതിർത്ത്. വീട്ടിലോട്ടുള്ള ജീവിതം തുടക്കം കഥ പറഞ്ഞു. ഇത് പറയാൻ പറ്റിയ വേറൊരു കഥയാണ്. ഇത് കഥയാക്കായിരുന്നല്ലേ? ഞാനന്നേരം ഇപ്പം മോൻ്റെ അടുക്ക പറയാനിരിക്കുക ഒരു ഫിലിം ആക്കി എടുത്താൽ കൊള്ളാമെന്ന്, അത്ര ബഹുലമാണ്. അന്നേരം വീട്ടിൽ 2 മണിക്കാണ് മലയടിയിലൊക്കെ കഴിഞ്ഞ് ചെല്ലുന്നത്. പിന്നെ 2 മണിയായപ്പോൾ അവിടെ ചെന്ന് കുടി വെക്കാനായിട്ട് ചെന്നു. അപ്പം കഷ്ടിച്ച് വെള്ളം വറ്റിയില്ല തറയിൽ. അപ്പോൾ 2 മുറി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ജന്നലില്ല, കഥയില്ല, ഒന്നുമില്ല. ഒരു മുറിയുടെ ഒരു വാതിൽ മാത്രം അടച്ചിട്ടുണ്ട്, കഥവുണ്ട്, ബാക്കിയൊന്നുമില്ല. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഒന്നാമത് പുതിയൊരു വീട്ടിലോട്ട് പോകുന്നതല്ലേ. അങ്ങനെ വിളക്ക് കൊണ്ടുവന്ന് വെച്ച് അമ്മ വിളക്കെടുത്ത് തന്നു. വിളക്കെടുത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു ചെറിയ മേശ അവിടെ കിടന്നു, അതിൻ്റെ പുറത്താണ് കൊണ്ടുവച്ചത്. വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നപ്പം 2 പേര് അങ്ങ് അകത്തോട്ട് കയറി വന്ന് തൻ്റെ കയ്യിൽ 100 രൂപ കൊടുത്തു, അഡ്വാൻസ്. അപ്പോൾ ഇത് പിന്നെ കുറഞ്ഞ് എനിക്കതൊന്നും അന്നേരം അറിഞ്ഞുകൂടാ, ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കുന്നത് എന്തിനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഭയങ്കര അച്ഛൻ സാറ് പറഞ്ഞത് ബീഡി മറം പോലെ ഒരു നോട്ട് കൊണ്ട് തന്നത്. അപ്പോൾ തനിക്കങ്ങ് നല്ല പിന്നെ വന്നില്ല. അതൊരു തുടക്കമായിരുന്നു. എൻ്റെ അടുക്ക പറഞ്ഞിങ്ങനെ അതൊരു നല്ല നിമിത്തമായിട്ട് എനിക്ക് തോന്നി എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു 1 ലക്ഷം രൂപ കൊടുക്കുന്ന കണക്കാ അന്നേരം. കാരണം 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒക്കെയാണ്, പിന്നെ 25 രൂപ അങ്ങേയറ്റം 20 രൂപയോ ഒരു പ്രോഗ്രാമിന് ഉള്ള തുക. അപ്പോൾ അതിങ്ങനെ ഇത് അവർ കല്യാണം അറിഞ്ഞു വന്നതുമല്ല, അതാണ് എൻ്റെ രസം. എന്നിട്ട് പിന്നെ അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു 2 പ്രോഗ്രാം. ഒന്ന് ആനന്ദലീശ്വരത്തും ഒന്ന് കണ്ണാട്ടുകൂടി നീണ്ടാരെ. കഴിഞ്ഞിട്ട് വെളുപ്പിന് വന്ന് റേഡിയോയും വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എണീച്ച് വരുമ്പോൾ മേശയുടെ പുറത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, അപ്പോൾ അതിലൊരു ടേബിൾ ലാമ്പ് ഇരിപ്പുണ്ട്, 2 തത്തകൾ ഇങ്ങനെ കൊക്കുരുമ്മിയിരിക്കുന്നു. അതുമെല്ലാം നോക്കി അത് ഈ പാട്ട് ഏതാണ്ട് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ വാസ്തവത്തിൽ അത് ഇപ്പോഴും കണ്ണിലങ്ങനെ ഇരിപ്പുണ്ട്. ആ രംഗം അത് തന്നെ. അതിലെ ഉറക്കമൊക്കെ ഒഴിഞ്ഞ ഒരു ചെറിയ ക്ഷീണവും ചുരുണ്ട മുടി ഇങ്ങനെ നെറ്റിക്ക് ഇങ്ങനെ അടന്ന് കിടപ്പുണ്ട്. റേഡിയോ പാട്ടും എല്ലാം കൂടെ ഒരു ഹരമായെന്ന് പറഞ്ഞാൽ മതി. അത് ആദ്യത്തെ ഒരു ഹരമായിട്ടത് മാറിയത്. അതിപ്പോഴും അങ്ങനെ തന്നെ അങ്ങ് നിൽപ്പുണ്ട് എൻ്റെ മനസ്സിൽ.
പിന്നെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നമ്മുടെ ജീവിതത്തോട്ട് വന്ന് പിന്നെ കുട്ടികൾ കുടുംബം നമ്മളിങ്ങനെ വേണ്ട ഒരു യാത്ര 10-40 വർഷത്തെ ജീവിതം ഉണ്ടല്ലോ. അപ്പൊ ആ അന്നത്തെ ഈ കൊച്ചിലെ കണ്ട ഞാൻ ചോദിക്കുന്നതാണ്, ആ തീവ്രത എങ്ങനെയാണ് അവസാന കാലം വരെ? അവസാനം വരെ അതിനേക്കാൾ കൂടുതലായിരുന്നു. ഇങ്ങനെ ആർക്കും ആരെയും സ്നേഹിക്കാൻ ഒക്കത്തില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനും അതുപോലെ അങ്ങേറ്റ ഒരാൾക്ക് ഒന്നുമില്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ആർക്കും ഒന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു സ്നേഹമാണ്. വഴക്ക് പറയത്തില്ല, നമ്മളെന്തെങ്കിലും ആഹാരം കൊണ്ടു കൊടുത്താൽ യാതൊരു കുറ്റവും പറയത്തില്ല, ഇഷ്ടമായിട്ടങ്ങ് കഴിക്കും. സാധാരണ ആണുങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതങ്ങനെയുള്ള പ്രകൃതങ്ങളൊന്നുമില്ല. എപ്പോഴും എൻ്റെ ഒരു കൊച്ചു പെണ്ണിനോട് അങ്ങനെ അതുപോലുള്ള ഒരു പെരുമാറ്റമാണ് എന്നും. വലിയ വഴക്കങ്ങോട്ടുണ്ടോ? ഇല്ല, എന്തിനാ വഴക്ക്? ഒരു വഴക്കുണ്ടായി. അത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പൊക്കെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എതിർപ്പ് കൊണ്ട് പോകാതിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു കഥാപ്രസംഗൻ്റെ ജീവിതമാണ് അവരെടുക്കുന്നത്, അതുകൊണ്ട് പോകുന്നു. എന്നിട്ട് എന്നെ അറിയിക്കാതാണ് പോയത്. ഞാൻ വഴക്കുണ്ടാക്കുമെന്നറിയാം. പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പത്രത്തിലൊക്കെ പരസ്യം വന്ന് കണ്ടപ്പോഴാണ് ഞാൻ കാണുന്നത്. അത് ഞാൻ തെറ്റി. എനിക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവർ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നതും എനിക്കിഷ്ടമല്ല. സിനിമ കാണും, പക്ഷേ ഈ സ്നേഹവും മറ്റുമെല്ലാം മറ്റൊരു പുരുഷനല്ലേ എന്തായാലും, അങ്ങനെ കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇപ്പോഴും അത് അഭിനയം ആയാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴും അത് തന്നെ. ഇതുവരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതോട് നിർത്തി. പിന്നെ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു വേർപാടിന്റെ സമയത്ത് അതിനെ കുറിച്ചൊന്ന് പറയും. എങ്ങനെയാണ് അമ്മ വാർത്ത, വിയോഗ വാർത്ത, നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ, എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടത് ശരിക്കും ആ ഒരു സമയം? ഒരു ദിവസം രാത്രി ആയപ്പം എഴുന്നേറ്റിട്ട് വീണിട്ട് മക്കൾ ഓടി വന്ന് എടുത്ത്. രാത്രി ഉറക്കത്തിൽ ബാത്റൂമിലാണ്ട് പാനായിട്ട് എണീച്ചപ്പം തലയുറ്റി വീണതാണ്. അപ്പം ഞാൻ മക്കളെ വിളിച്ച് എടുത്ത് കട്ടിൽ കിടത്തി ഇട്ട്, അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ അച്ഛനിങ്ങനെ വീണ്. ഞാൻ പറഞ്ഞ് 7 മണിയാകുമ്പോൾ ഇനി കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ 7 മണിക്ക് ഹോളി ക്രോസിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്ക് ബ്രെയിൻ്റെ അതെല്ലാം ശരിയല്ല. ഇത്തിരി കഴിഞ്ഞ് അവർ ഏതാണ്ട് ഇഞ്ചക്ഷൻ ഏതാണ്ട് കൊടുത്ത് ഉറങ്ങി. ആ ഉറക്കം പിന്നെ ഉണർന്നില്ലെന്നല്ല, ഓർമ്മയില്ല പിന്നെ ഒന്നും. അവസാനം തലേ ദിവസമായപ്പം പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. ഉറക്കം മാത്രം. മരിക്കുന്നവരെയും ഒരേപോലെ ഉറക്കം മാത്രം. അതുകൊണ്ട് പിന്നെ വേദനകളൊന്നും അറിഞ്ഞില്ല. ഈ ഉറക്കം വന്ന് ബാധിച്ചതിന് ശേഷം സ്വയം എല്ലാം മറന്നല്ല, ശരീരം അതിനൊത്തങ്ങ് നിന്ന്. പിന്നെ ഉച്ചയ്ക്ക് പിറ്റേന്ന് ഒരു 2 മണിയായപ്പം പെട്ടെന്നൊന്ന് കണ്ണ് തുറന്ന് വെച്ച് അടച്ചു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. ഈ ശൂന്യതയിൽ നമ്മുടെ ആളില്ലാത്തൊരവസ്ഥയില്ലേ, നമ്മൾ ഓർക്കുമല്ലോ, ഓർമ്മകളാ എപ്പോഴും. എവിടെ ചെന്ന് എങ്ങോട്ട് കയറിയാലും ഇറങ്ങിയാലും എല്ലാം ഓർമ്മ മാത്രം. ഒരു ഭാഗമല്ല ഓർക്കാനുണ്ട്, അങ്ങനെ കിടക്കുകയാണ് ഇഷ്ടംപോലെ കുഞ്ഞിനെ നാളെ പോലുള്ള. ഇതെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഇപ്പൊ ഈ ഏകാന്തതയിലൊക്കെ അമ്മ എങ്ങനെയാണ് അതിനെ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കവിതകളൊക്കെ ചൊല്ലും ഉറങ്ങാൻ ചെന്ന് കിടക്കുമ്പോഴും. അല്ലാതെ എൻ്റെ അച്ഛൻ്റെ കവിതകളും ചൊല്ലും. സാറ് പാടിക്കൊണ്ട് നടന്ന കുറേ കവിതകളുണ്ട്. മാടത്തെ പെണ്ണെ വാവാ നീ, മാനത്തെ കുഞ്ഞെ വാവാ നീ, പാടത്തും കാവിലും ഇക്കാലം പാട്ടൊന്നും കേൾക്കാത്തത് എന്താണോ, പാടാനാടാൻ നേരമില്ല, പണ്ടേ പോലുള്ള സൗഖ്യമില്ല, കൂട്ടിനൊരു കുന്നൻ വന്നുകൂടി, കൂടിയതൊക്കെ കുരുക്കെന്നേ. കവിതകളിങ്ങനെ
ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടും കിടക്കും. അച്ഛൻ്റെ ഒരുപാട് കവിതകൾ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിലോട്ട് പോകുമ്പോൾ അവർ ഇത് സാറിത് മിക്കവാറും കഥാപ്രസംഗങ്ങളിലെല്ലാം ഇത് പാടുമായിരുന്നു. ഒരു സ്ത്രീയുടെ ഒരു ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ വരുന്ന ഇതല്ലേ ഇത് അല്ല അതെല്ലാം അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നൊരു ശൈലി അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ അല്ല അതെല്ലാം ഒരു പ്രത്യേക കാര്യങ്ങളാണല്ലോ. അതൊക്കെ അല്ല ഞാൻ എന്തായാലും നമുക്ക് ഈ അധ്യായത്തിൽ അമ്മയായിട്ട് കുറേ കാര്യങ്ങൾ ഒരു വലിയ കലാകാരനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും പ്രണയാനുഭവങ്ങൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ പറ്റി. അതിന് പറ്റിയ ആ ഒരു ഭാഗ്യത്തിൻ്റെ സൗമനസ്യത്തിനൊക്കെ നന്ദി പറയുകയാണ്. ഒപ്പം അതൊരു ഭാഗ്യം തന്നെ, ഇങ്ങനൊരു മനുഷ്യനെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെ. കാരണം ഈ വീട്ടിലെ ഒന്നും അറിയാതെ ചുമ്മാതെ കളിച്ച് നടന്ന് പഠിച്ചും സെറ്റുകാരുമായിട്ട് കൂട്ടുകൂടി നടന്ന് ആ ഒരാളിനെ ഇതുപോലെ എല്ലാം അറിഞ്ഞ ഒരാളിനെ കിട്ടി, എല്ലാം അറിയാവുന്ന ഒരാളിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം അദ്ദേഹത്തിൻ്റെ അല്ലേ ഇതൊരു കഥ തന്നെ പറയാനുള്ളതുണ്ട്. ആ കഥകളിൽ നിന്നും പ്രേക്ഷകരോട് പറയുകയാണ് അമ്മയുടെ പ്രണയവും അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാം ആ കഥ. ഞാൻ പ്രണയിച്ചത് കല്യാണത്തിന് ശേഷമാണ് വാസ്തവത്തിൽ. അതിനു മുമ്പ് ഇഷ്ടമായിരുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുക. അതാ ഞാൻ പറഞ്ഞേ, സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു ഊരയും കെട്ടി ക്ഷണിച്ചതാണ്. ഒരുപാട് പേരുടെ കഥ പറഞ്ഞ ഒരാളുടെ കഥയാണ് നമ്മളിന്ന് അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ആകെ തുകയായിട്ട് കേട്ടത്. അപ്പോൾ സമശിവ സാറിൻ്റെ ജീവിത കഥയെന്നും അവശേഷിക്കുന്ന പ്രണയത്തിൽ നിന്നും തൽക്കാലം വിട പറയുന്നു. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ. പ്രണയം കഥകൾ പറഞ്ഞു തന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയ പ്രണയം ഇന്നും മരിക്കാത്ത ആ ഓർമ്മകൾക്ക് മുൻപിൽ ഒരാൾ തനിച്ച്. പ്രണയം ആർദ്രമിയോർമ തൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.